ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ട്രെയിൻ വഴിയാട്ടോ പോകുന്നത്. അപ്പോൾ അതാ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കയറി ടിക്കറ്റൊക്കെ ഓക്കെ ആക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്ത് മക്കൾ ട്രെയിനിൽ കയറിയിട്ടില്ലായിരുന്നു. അപ്പം കുറച്ച് പേര് കാറിലും കുറച്ച് ആളുകൾ ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു തിരൂർ റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പം അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയാൽ എന്തായാലും നമുക്ക് നഷ്ടമാവില്ല കേട്ടോ. കുറഞ്ഞ പൈസ കൊണ്ട് തന്നെ സാധനങ്ങൾ ധാരാളം വാങ്ങിയിട്ട് മടങ്ങാൻ പറ്റിയൊരു സ്ട്രീറ്റാണ് കേട്ടോ കോഴിക്കോട് മിഠായിത്തെരുവ്. അപ്പോൾ അവിടെ പോയെങ്കിലേ മനസ്സിലാവുള്ളൂ. സാധാരണക്കാർക്ക് പോലും വളരെ ലാഭകരമായിട്ട് തന്നെ. അപ്പോൾ ട്രെയിനിൽ നന്നായിട്ട് തന്നെ തിരക്കുണ്ടായിരുന്നു, നല്ല റഷ് തന്നെയായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ ട്രെയിനിൽ കയറുകയാണ്. അപ്പോൾ നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ നന്നായിട്ട് തന്നെ ഡെവലപ്പായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തൊരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ വന്നവർ അവിടെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ കാർ വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച്, അപ്പോൾ മക്കളൊക്കെ പഴമൊക്കെ കഴിച്ച് അതിൻ്റെ തൊലിയൊക്കെ ഒരു വേസ്റ്റ് ബിന്നിലൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എസ് എം സ്ട്രീറ്റിൽ എത്തിയ ശേഷമുള്ള വീഡിയോസൊക്കെ ഞാനിതിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാ ഐറ്റംസും വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് അനുയോജ്യമായ പ്രൈസിൽ നമുക്കിവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പം ഓരോന്നിൻ്റെയും പ്രൈസ് അതിൻ്റെ മുകളിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ഐറ്റംസിൻ്റെ മുകളിലും അതിൻ്റെ പ്രൈസ് കൂടി അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഓരോ ഷോപ്പിൻ്റെ മുന്നിലും അതേപോലെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റ്. അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, എല്ലാ ഐറ്റംസും അവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പോകാത്തവർക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കേണ്ടത് തന്നെയാണ്. എന്തായാലും പോയാൽ നമുക്ക് അവർ പോയ ടൈം ലാപ്സ് ആവില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിൽ. കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും സെലക്ട് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാ ഐറ്റംസിനും വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എങ്കിലും ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഓരോ മെറ്റീരിയൽ മനസ്സിലാകും. അതേപോലെ തന്നെ ചപ്പൽസൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വലിയ സൈസിലും ഏറ്റവും ചെറിയ സൈസിലൊക്കെ അവിടെ ലഭ്യമാണ്. എല്ലാം 200 രൂപേൻ്റെ താഴെയൊക്കെ ആയിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വാങ്ങിക്കുന്നതിൻ്റെ പകുതിയിലും താഴെയാണ് കേട്ടോ ഇവിടുത്തെ പ്രൈസ് വരുന്നത്. അതേപോലെ ഫാൻസി ഐറ്റംസിനൊക്കെ വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് എന്തായാലും നന്നായിട്ട് തന്നെ ഉപകാരപ്പെടുന്ന ഒരു സ്ട്രീറ്റ് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണേണ്ടത് തന്നെയാണിത്. ഒരു വീട്ടിലേക്ക് വേണ്ടതും ഒരു വ്യക്തിക്ക് വേണ്ടതുമായിട്ട് എല്ലാ സാധനങ്ങളും അവിടെ സുലഭമാണ്, അതും ചീപ്പ് റേറ്റിൽ കേട്ടോ. പിന്നെ പോകാനും നമുക്ക് വളരെ സുഖമാണ്. കാരണം നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു SM സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു SM സ്ട്രീറ്റിലോട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.